السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നലെ നാം ക്ലാസ് നടന്നിട്ടില്ല. അത് ചില അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്ന പേരിലായിരുന്നു. അല്പസമയം ഇന്ന് സംഭവിക്കാതിരുന്നാൽ പിന്നെയും ഇത് മടങ്ങിപ്പോകുമോ എന്ന് സംശയിക്കുന്നതുകൊണ്ടാണ് ഇന്നും പറയുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു ക്ലിപ്പ്, ഒരു 10 മിനിറ്റ് കുറഞ്ഞ സമയം ഞാൻ ഇന്ന് സംസാരിക്കാം. അള്ളാഹു ഹക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് തോന്നിക്കൊള്ളുമാറാകട്ടെ. സമസ്ത ചരിത്ര പഠനം അതാണല്ലോ നമ്മുടെ വിഷയം. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇന്നലെ സോഷ്യൽ മീഡിയകളിലും ഇന്ന് പത്രങ്ങളിലുമൊക്കെ പലരും കണ്ടിരിക്കും. കേരളത്തിലുള്ള ഒരു വളരെ കാലം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്ന MLA ആയിരുന്ന നേതാവായിരുന്ന ഒരാൾ ഇന്ന് വരെ ഒരു സംഖ്യകളും ഒരു വിതരണങ്ങളും ഒരു മറ്റുള്ളവരും ഒന്നും ആക്ഷേപിക്കാത്ത രൂപത്തിൽ മുസ്ലിമീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് കണ്ടു. ഇന്ന് പേപ്പറുകളിലും അത് കണ്ടു. നമ്മളെ മഹാന്മാരായ നേതാക്കളൊക്കെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ തന്നെ അതിന്റെ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഞാൻ കൂടുതൽ പോവുകയല്ല. ഇവരുടെ പരമ്പരാഗതമായിരിക്കുന്ന ആളുകൾ, ഈ ബാലകൃഷ്ണപിള്ളയുടെയും അതുപോലെയുള്ള ആളുകളുടെയും മുൻഗാമികളാണ് നമ്മുടെ നാട്ടിൽ പള്ളിയെടുക്കാനും മദ്രസയെടുക്കാനും സ്ഥലം തന്നത്. ആ പള്ളിയെടുക്കാൻ സ്ഥലം തരുമ്പോൾ തന്നെ അവർക്കറിയാൻ വരെ ബാങ്ക് മുടങ്ങും. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ബാങ്ക് മാത്രമായിരുന്നില്ല. ഞങ്ങളെയൊക്കെ നാട്ടിലെ കരണ്ട് എത്തിയത് 1968 ശേഷമാണ്. 68 വരെ നമ്മുടെ നാട്ടിൽ കരണ്ട് ശരിക്കില്ല. ഈ 68 വരെ നമ്മളവിടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ഞങ്ങളതിന് നഗാര എന്നാണ് പേര് പറയുന്നത്. ഡ്രം എന്ന് പറയുന്ന പേര്, ഡ്രം എന്നുള്ള ഒച്ചയും അടിച്ചാൽ പറയാം. നമ്മുടെ പള്ളിയിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു പനന്റെ വലിയൊരു കുറ്റി അടിഭാഗം, അത് കുഴക്കിയെടുത്ത് അതിന്റെ ഉള്ളിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കി, എന്നിട്ട് ഒരു പശുവിന്റെയോ ഒരു മൂരിയുടെയോ ഒരു കോല് അത് ഊറൊക്കെ ഉണക്കി അത് റെഡിയാക്കി കൊണ്ടുവന്ന് രോമങ്ങളൊക്കെ കളഞ്ഞ് ആ കുറ്റിയുടെ മുകൾ ഭാഗത്ത് വലിച്ചു മുറുക്കി കിട്ടിയാൽ അടിക്കുമ്പോൾ ഡ്രം എന്നുള്ള ഒച്ചുണ്ടാവും. അത് വളരെ ദൂരത്തേക്ക് കേൾക്കും. ഞങ്ങൾ പറഞ്ഞത് നഗാര അടിക്കുക എന്നാണ്. അത് 2 മിനിറ്റ് അടിച്ചിട്ട് പിന്നെ ബാങ്കും വിളിക്കും. അപ്പൊ ആ പ്രദേശത്തുള്ള എല്ലാവരും അത് കേൾക്കും. അങ്ങനെയായിരുന്നു പണ്ടുള്ള സ്വഭാവം. എങ്കിൽ ആ നഗാര അടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പള്ളിയുടെ കുറെ ദൂരത്ത് വയലോരകളിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, അഥവാ അതിന് ഹരിജനങ്ങളുണ്ടാകും, ഹിന്ദുക്കളുണ്ടാകും, തീയന്മാർ, ആരൊക്കെ പല വിഭാഗത്തിലും പെട്ടവർ, ജോലി ചെയ്യിക്കുന്നവരും കൃഷിക്കാരിൽ പലരും ഞങ്ങളുടെ ഭാഗത്ത് വലിയ തറവാട്ടുകാരായിരിക്കുന്ന അഥവാ കുടുംബക്കാരാകുന്ന തീയ സമുദായക്കാരുണ്ടായിരുന്നു, നായർ സമുദായങ്ങളുണ്ടായിരുന്നു. അവരും ആ പാടത്ത് വരമ്പത്തുകളിൽ പങ്കിലൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് അടുത്ത പള്ളിയിൽ നിന്നും ഈ നഗാര അടിക്കൽ വരുന്നത്. അപ്പൊ എല്ലാവരും തൊഴിലാളികളും നമുക്ക് ഉച്ചക്കുള്ള കഞ്ഞി കുടിക്കാനായി പള്ളിയിൽ നിന്ന് ളുഹുർ ബാങ്ക് കൊടുക്കുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. ഈ നഗാരിയുടെ ശബ്ദം കേട്ടാൽ ളുഹുർ ബാങ്ക് കൊടുക്കുന്നു, അപ്പൊ ഉച്ചയായി. അതുപോലെ 4 മണിക്ക് അല്ലെങ്കിൽ 3:45, 3:50 അസുരസ്കാരത്തിന്റെ സമയമറിയിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ നഗാര അടിക്കുന്ന സമയത്ത് 4 മണിയായി, ജോലി കയറാനുള്ള സമയമായി എന്നൊക്കെ അവർ കണക്ക് കൂട്ടി ആദരവോടുകൂടിയായിരുന്നു ഈ ബാലകൃഷ്ണപിള്ളയുടെ പിൻഗാമികൾ ഇതിനെയൊക്കെ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ പണ്ട് അധികായനായിരുന്നു എന്ന് അവകാശപ്പെട്ടിരുന്നവർ എടുക്കാത്ത കാശ് പോലെ നാണയം പോലെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ വന്നപ്പോൾ ഈ സംഖ്യകളോടൊക്കെ വർഗീയവാദികളോടൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവർക്ക് മറ്റേതെങ്കിലും ഒരു നിയമസഭ, കേരളമല്ലാത്ത നിയമസഭയിൽ നിന്ന് ഇദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് കൊടുത്ത് കേന്ദ്രത്തിൽ ഒരു അധികാരം കിട്ടണം എന്ന ഒരു ദുഷ്ടരാശാണോ ഇദ്ദേഹത്തിന് പറയിപ്പിച്ചത് എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു. ഇങ്ങനെയാണ് സംശയിച്ചു പോകുന്നു. അതുകൊണ്ട്
അങ്ങനെയുള്ള ആളുകളൊന്നും ഇങ്ങനെ ഉറഞ്ഞു കൊള്ളണ്ടെന്ന് അവരോട് പറയുന്നതിനോടൊപ്പം ഇവരിത് പറയിച്ചതിൽ ഒരു വസ്തുതയുണ്ട്. ഈ ആളുകളെ ഇങ്ങനെ പറയിച്ചതിൽ പണ്ടുള്ള ആളുകൾ നമുക്ക് പള്ളിയെടുക്കാനും ശ്മശാനത്തിനും മദ്രസയെടുക്കാനും പലതിനും ഫ്രീ ആയിട്ടാണ് സ്ഥലം തന്നിരുന്നത്. എന്റെ നാട്ടിലുള്ള പള്ളിക്കന്ന് 14 ഏക്കർ സ്ഥലമുണ്ട്. ദേശമംഗലം മന എന്ന് പറയുന്ന ഒരു മനക്കലുള്ള നമ്പൂതിരി കുടുംബത്തിലെ ഒരു അന്തർജനമായിരുന്നു ആ സ്ഥലത്തിനുള്ള. അവർ വളരെ സന്തോഷത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് വിട്ടുതന്നു. എന്നാൽ ഇന്ന് ഈ ബാലകൃഷ്ണപിള്ളയെ പോലുള്ളവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് നമ്മുടെ മറുഭാഗം ചേളാരികളാണ്. അത് പറയുമ്പോൾ ചിലർക്കൊരു അത്ഭുതം ഉണ്ടാവും, പ്രതിഷേധമുണ്ടാവും. എന്താണ് ഇങ്ങനെ പറയാൻ അവർക്കിങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങൾക്കറിയില്ലേ, 2-3 വർഷം മുമ്പല്ലേ കണ്ണൂർ ജില്ലയിലെ പരിയാരത്തിനടുത്ത ഓണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് പിറ്റേ ദിവസം മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കാൻ സജ്ജമാക്കി നിർത്തിയ എല്ലാ പണിയും പൂർത്തിയാക്കി പെയിന്റ് അടിച്ച് ഉള്ളിൽ കാർപ്പറ്റ് വിരിച്ച് എല്ലാ പണിയും കഴിച്ച് ഇനി നാളെ കേരളത്തിന്റെ സമാദരണീയനായ നേതാവ് കാന്തപുരം ഉസ്താദ് അവർ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വരും. ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് മഗ്‌രിബ് ബാങ്ക് വിളിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരത്തോടു കൂടിയാണ്. അതിനുവേണ്ടി തയ്യാറാക്കിയ ആ പള്ളി തലേ ദിവസം ഈ കാപ്പാലികൾ എന്തൊക്കെ പൊളിക്കാൻ കഴിയും അത് മുഴുവനും അടിച്ചു പൊളിച്ചില്ലേ. ബാലകൃഷ്ണപിള്ള പറഞ്ഞത്രേ ഉള്ളൂ, ബാങ്ക് കേട്ടിട്ട് എനിക്കിങ്ങനെ വളരെയധികം വിഷമം തോന്നുന്നു. പക്ഷെ ആ ബാങ്ക് വിളിക്കുന്ന പള്ളിയിലേക്ക് ഒരു കല്ലെടുത്തെറിയാനോ അതിന്റെ അടിച്ചുപൊളിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ അടിച്ചുപൊളിക്കാനോ ബാലകൃഷ്ണപിള്ള ഒരുങ്ങിയിട്ടില്ല. അദ്ദേഹം ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ. ചേളാരികൾ ചെയ്തെന്താണ്, ആ ബാങ്ക് വിളിക്കാൻ പോകുന്ന പള്ളി ഏതൊക്കെ അവിടെ പൊളിക്കാൻ കഴിയുമോ അതൊക്കെ അവിടെ അടിച്ചു പൊളിച്ചു. അതിനെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് നിസ്കാരത്തിന്റെ ശർത്തം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണമല്ലോ ഈ കുട്ടികൾ പള്ളിയിലേക്ക് കയറാൻ. ഫാത്തിഹ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണമല്ലോ കുട്ടികൾ പള്ളിയിൽ കയറാൻ. മുതിർന്നവരെ ബഹുമാനിക്കാനും അതുപോലെ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രങ്ങളും വിശ്വാസപരമായ കാര്യങ്ങളും അല്ലാഹുവിന്റെ 20 വാജിബായ സുഹൃത്തും മുസ്തഹിലായ സുഹൃത്തും ഒരു ജാഹിലായ സുഹൃത്തും അങ്ങനെ 41 സുഹൃത്തുക്കൾ ഒരു മനുഷ്യൻ പഠിക്കേണ്ടതല്ലേ. അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മദ്രസ അതും ഏതൊക്കെ പൊളിക്കാൻ കഴിയുമോ അത്രത്തോളം പൊളിച്ച് ഈ കാപാലികൾ അവിടെ അഴിഞ്ഞാട്ടം നടത്തി. അതിൽ നിന്നൊക്കെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ബാലകൃഷ്ണപിള്ളമാര് ഈ രംഗത്ത് വരുന്നത് എന്ന് നാം വളരെ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർക്കൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്, എന്നിട്ട് അതിന് ഒരു പ്രതിഷേധ യോഗം നടത്തിയവർ അവരെ അത് കഴിഞ്ഞ് അതിനുടനെ അതിന്റെ തൊട്ടപ്പുറത്തുള്ള അവരുടേതാണെന്ന് അവകാശപ്പെടുന്ന മദ്രസ എല്ലാവരും കൊണ്ടുണ്ടാക്കിയതാണ്. കുട്ടിയിലെ നൂറുൽ ഇസ്ലാം മദ്രസ പേരെനിക്കറിയാം. ആ നൂറുൽ ഇസ്ലാം മദ്രസ പൂർവികരായിരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാവർക്കും വേണ്ടി നിർമ്മിച്ചതാണ്. ആ മദ്രസ അവര് കത്തിച്ചു. എന്തുകൊണ്ടാണ് കത്തിച്ചത്? വെറും മണ്ണെണ്ണ പാർന്നോ പെട്രോൾ പാർന്നതല്ല. അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ നാട്ടിലുള്ളത് മുഴുവനും പഴയതൊക്കെ സംഭരിച്ചു കൊണ്ടുവന്ന് മദ്രസയിലുള്ള പഴയതും പുതിയതും ഒക്കെ ഒരു ഭാഗത്ത് കൂട്ടി അതിന്റെ തീ കൊടുത്ത് ആ ഖുർആനും കത്തിച്ചു, അതിനോടൊപ്പം ആ മദ്രസയും കത്തിച്ചു. എന്നിട്ട് 2ാമത്തെ ദിവസം അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു. കാന്തപുരത്തിന്റെ ആൾക്കാർ മദ്രസ കത്തിച്ചു എന്ന് പറയും. ഒരു ചെറിയൊരു പരിപാടി. പിന്നെ അവർ വലിയ പരിപാടി വിപുലമായിട്ട് കളിപ്പുറമിൽ നടത്താൻ ഒരുങ്ങിയത്, പക്ഷെ അള്ളാഹു സമ്മതിച്ചില്ല. ഈ ചെറിയ പരിപാടിക്ക് തന്നെ നമ്മളെ കൂടത്തായി കൈവെട്ടുകാരൻ പഠിച്ചു വന്ന് അവരുടെ കൈവെട്ടുവന്നവരെ ആക്രോശിച്ച് അദ്ദേഹം പിരിഞ്ഞുപോയി 24 മണിക്കൂറിന്റെ മുമ്പ് അവിടെ പള്ളിയിൽ ഓതുന്ന അവരുടെ പണ്ഡിതനാണെന്ന് പറയപ്പെടുന്ന ആ ഖത്തീബിനെ പോലീസ് വന്ന് പിടിച്ച് കൊണ്ടുപോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. മറ്റ് 3-4 പ്രതികളെയും പിടിച്ചു. അവരായിരുന്നു കത്തിച്ചിരുന്നത്. അവർ തന്നെ പ്രതിഷേധ പ്രകടനവും നടത്തി. ആ പ്രതിഷേധ പ്രകടനത്തിൽ ഈ കൂടത്തായിക്കാരൻ കൈവെട്ടുകാരൻ വന്ന് വളരെയധികം കൊലവിളി നടത്തുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഇവർ ചെയ്തതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ബാലകൃഷ്ണപിള്ളമാരെ പോലെയുള്ള ഈ മനസ്സിൽ ഒരു ശാന്തിയും സമാധാനവുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 99% സഹോദര സമുദായങ്ങളിൽപ്പെട്ടവരും മുസ്ലിമീങ്ങളോട് സഹവർത്തിത്വത്തിൽ പെരുമാറുന്നവരും എല്ലാ നിലക്കും നമ്മോട് സഹകരിക്കുന്നവരുമാണ്. ഇതിൽ ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷമായ ഇങ്ങനെയുള്ള ചില ആളുകളെ ഉള്ളൂ. അവർക്ക് ഈ വളം വെച്ചു കൊടുക്കുന്നത് അത് ഈ ചേളാരികളാണ്. അവരുടെ ഈ അന്തംകമ്പി നേതാക്കളും മറ്റുള്ളവരുമാണെന്ന്
മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിർവഹിലേക്ക് കൊണ്ടുവരാൻ ഈ ബാലകൃഷ്ണപിള്ളയുടെ ഒക്കെ പ്രസ്താവനയെങ്കിലും ഉപകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അല്ലാതെ ബാലകൃഷ്ണപിള്ള അവർ അങ്ങോട്ട് പറമ്പുന്നത് കൊണ്ട് ഒരു ബാങ്കും നിൽക്കുകയില്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന ആ ഭരണഘടനയുടെ അതിന്റെ ആ കാവലിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ ഒക്കെയായിട്ട് പരിപാലിക്കാമെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വസീയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.